പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറണം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ആർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണമെന്ന് ആഗ്രഹമുണ്ടോ അവരെല്ലാം ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കും. അവരിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്യും. ജോയൽ 2:28 കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. യോഹന്നാൻ 7:37 യേശു പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നാം എല്ലാവരും ശക്തി പ്രാപിക്കും. യേശുവിന് സാക്ഷികളായി ജീവിക്കാനുള്ള ഒരു ധൈര്യവും നമുക്ക് ലഭിക്കും. ദൈവം ആരെയാണ് കടാക്ഷിക്കുന്നത്? യെശയ്യാ 66:2 തിരുവചനം പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് എന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നാം വചനം ശ്രവിക്കുമ്പോൾ ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എളിമയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവസ്വരം കേൾക്കാനും നമുക്ക് അപ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ വചനമെല്ലാം ധാരാളം കേട്ടിട്ടുള്ളതാണ്, ഇതെല്ലാം എനിക്ക് മനഃപ്പാഠം അറിയാം എന്ന ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനത്തെ എളിമയോടെ സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത അഹങ്കാരത്തിൻ്റേതാണെങ്കിൽ അതെല്ലാം നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നതും യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നതും ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതുമെല്ലാം പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നൽകും. ഈ സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. അതുപോലെ നമ്മിൽ പശ്ചാത്താപവും അനുതാപവും മാനസാന്തരവും എല്ലാം ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നതും പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും നമ്മെ പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമുക്ക് രോഗങ്ങൾ വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും ദൈവം ഏറ്റെടുക്കുകയും നമ്മുടെ ഉത്കണ്ഠകളെല്ലാം മാറി സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 11:28 യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. യോഹന്നാൻ 15:13 പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. റോമ 5:5 ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും പ്രേരണ നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ തെറ്റുകളിലും പ്രലോഭനങ്ങളും വീഴ്ത്താതെ നമ്മുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യും. നമ്മുടെ ആത്മരക്ഷയെ ലക്ഷ്യമാക്കി ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്.
ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.